മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 34-ാം തിരുവചനം എങ്ങനെയാണ്? അവർ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു, അവരോട് അവന് അനുകമ്പ തോന്നി എന്ന തിരുവചനം. സ്നേഹമുള്ളവരെ, കരുണാർദ്രം തിരുഹൃദയം എന്ന് പറയുന്ന ഈ ഒരു ആത്മീയ ശുശ്രൂഷയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കർത്താവ് നൽകിയിരിക്കുന്ന നല്ലൊരു തിരുവചനം നമുക്ക് ഏറ്റെടുക്കാം. അവിടുന്ന് പറയാണ്, അവിടുന്ന് അവരെ കണ്ടു. ഇന്ന് ആരൊക്കെ ഈ പ്രോഗ്രാം കാണുന്നോ അവരെല്ലാം ദൈവം കാണുന്ന സമയമാണ്. അവരുടെ വേദനകള്, അവരുടെ പ്രതിസന്ധികള്, അവരുടെ ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകള് എല്ലാം ഈശോ ഇന്ന് കാണാൻ പോവാണ്. നമുക്ക് ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിലേറ്റ എല്ലാ മുറിവനുഭവങ്ങളും, ഇത് ഈ ഒരു ടോക്കൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഈശോയുടെ തിരുഹൃദയം ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈശോയുടെ ഹൃദയം ഇങ്ങനെ നമുക്ക് നൽകുന്ന, അവൻ്റെ സ്നേഹം നമുക്കിങ്ങനെ വാനോളം നൽകുന്ന സമയമാണ്. നമുക്കറിയാം, ഈശോയുടെ തിരുഹൃദയത്തോട് ആരൊക്കെ ചേർന്ന് നിൽക്കുന്നുണ്ടോ അവരുടെ ഹൃദയങ്ങളെയൊക്കെ ഈശോ ഇങ്ങനെ പവിത്രീകരിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നം എന്താ? നമ്മുടെ ഹൃദയവും ഈശോയുടെ ഹൃദയം തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. ഈശോയുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും കരുണയും വാത്സല്യവും ഒന്നും നമ്മളുടെ ഹൃദയത്തിനില്ല. നമ്മുടെ ഹൃദയമൊക്കെ ഇങ്ങനെ മുറിവേറ്റ് അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന ഒരു ഹൃദയമാണ്. പിന്നെ ഈ ശുശ്രൂഷ കർത്താവ് തെരഞ്ഞെടുത്ത് നമ്മളോട് പറയുന്നത്, അവരോട് അനുകമ്പ തോന്നിയതുപോലെ കർത്താവ് ഇന്ന് നമ്മളോട് അനുകമ്പ കാണിച്ച് നമ്മുടെ ഹൃദയമുറിവുകൾ കർത്താവ് മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ മനസ്സിലൊന്ന് ഓർത്തേ, നിന്റെ ജീവിതത്തിൽ എന്താണ് ഹൃദയമുറിവുകൾ ഉള്ളത്? ഇന്ന് ഈ കരുണാർദ്രം തിരുഹൃദയം എന്ന് പറയുന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഈശോയോട് ഇപ്പൊ പറയേ, ഈശോയെ, ഇന്നതാണ് എൻ്റെ ഹൃദയത്തിന്റെ പ്രശ്നം. നമുക്കറിയാം, ഒരു രോഗമൊക്കെ വരുമ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകും. ഡോക്ടറെ, ഇതാ പ്രശ്നം എന്ന് നമ്മൾ പറയും. ഇതുപോലെ ഈശോയുടെ അടുത്ത് നമുക്കിപ്പോൾ പറയാം, ഈശോ, ഇത് എൻ്റെ പ്രശ്നമാണ്. ഇത്ര നാളുള്ളൊരു പ്രശ്നമാണെന്നറിയോ? അത് ഇങ്ങനെയാണ് എൻ്റെ ഈശോയെ, ഇനി അതൊരിക്കലും മുറിവ് ഉണങ്ങില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരാണ് ഞങ്ങൾ. ചിലരൊക്കെ വന്നിങ്ങനെ പറയാറുണ്ട്, അച്ഛാ, ഇനി ഈ പ്രശ്നം മാറ്റാൻ പറ്റില്ല, ദൈവത്തിന് പോലും മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നവരുണ്ട്. ഈ ആരാധനയിൽ അങ്ങനെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവരോട് ഈശോ പറയുന്നുണ്ട്, ഈശോയ്ക്ക് നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും. കർത്താവ് പറയാണ്, ഞാൻ അവരെ കണ്ടു. അച്ഛാ, അവരോട് പറയേ, എൻ്റെ മക്കളെ ഞാൻ കാണുന്നുണ്ട്. ഇപ്പം ഈ ഓൺലൈനിലൂടെ, യൂട്യൂബിലൂടെ, TV-യിലൂടെ, ചാനലിലൂടെ ഒക്കെ കാണുന്നവരെ ഈശോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ അടുത്ത് നമ്മുടെ സങ്കടങ്ങൾ പറയേ. കർത്താവേ, ഒരു വാക്ക് അവിടുന്ന് ചൊന്നാൽ, അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി. അങ്ങയുടെ ഒരു വാക്ക് മതി, അങ്ങയുടെ ഒരു നോട്ടം മതി, അങ്ങയുടെ ഒരു സ്പർശം മതി, ഞാൻ പൂർണ്ണമായി സുഖപ്പെടും. കരുണയോട് നീ എന്നെ നോക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. താവേ, ഇപ്പോൾ ഈ ആരാധനയിൽ ഏത് വേദനയാണോ പങ്കുവെക്കുന്നത്? സാമ്പത്തിക വേദനയാണോ? സാമ്പത്തികമായി കടബാധ്യതകൾ, ലക്ഷങ്ങളുടെ, കോടികളുടെ കടബാധ്യതയുണ്ടെങ്കിൽ കർത്താവേ, ഇപ്പോൾ ഈ കരുണാർദ്രം തിരുഹൃദയം എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ പ്രാർത്ഥിച്ച് ഈ ആരാധനയിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ ഒരു സാക്ഷ്യം പറയത്തക്ക രീതിയിൽ താവേ, കടബാധ്യതയുടെ മേൽ കർത്താവിൻ്റെ ഒരു കരുണയൊഴുകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കും. ഏതെങ്കിലുമൊക്കെ ജീവിതത്തിൽ രോഗാവസ്ഥകൾ, സ്ഥിരമായ രോഗങ്ങളുമായിട്ട് നിൽക്കുന്നവര്, ആശുപത്രിയിൽ കയറി ഇറങ്ങി മടുത്ത അനുഭവങ്ങൾ, സ്കാൻ ചെയ്തും ബയോപ്സി ടെസ്റ്റ് ചെയ്തും ഒരുപാട് രോഗത്തിന്റെ ചികിത്സകൾ തേടി നടന്ന് മരുന്നുകളുടെ കൂമ്പാരവുമായി വീടുകളിലുള്ളവര്. അച്ഛനൊരു വീട്ടിലൊക്കെ പോയപ്പോൾ കണ്ടു, അച്ഛാ, ഈ മുറിയിൽ മുഴുവൻ മരുന്നാണ്, കഴിച്ച് മടുത്തു വെച്ചാ, ഇനി മരണം മാത്രമാണ് മുന്നിലുള്ളൂ. അങ്ങനെ പറഞ്ഞ് കരയുന്നവര് ഇപ്പോൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുക. ഈശോയെ, രോഗികളെ സുഖപ്പെടുത്തുന്ന അങ്ങയുടെ സൗഖ്യത്തിന്റെ കരം നീട്ടി അനുകമ്പ തോന്നണമേ എന്നോട്, എൻ്റെ കുടുംബത്തോട്, എൻ്റെ ഈ രോഗത്തിന്റെ മേല് അങ്ങയുടെ അനുകമ്പയുടെ കരം നീട്ടി എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. ഏതെങ്കിലും കുടുംബപരമായ പ്രശ്നമാണോ നിന്റെ ജീവിതത്തില്? ഈ സമയത്ത് ഈശോയോട് പ്രാർത്ഥിക്കും, ഈശോയെ, തകർന്ന കുടുംബമാണ് എൻ്റെ, അങ്ങ് അനുകമ്പയോടുകൂടെ എൻ്റെ കുടുംബത്തിലേക്ക് വന്നേ. ആ കുടുംബത്തിലേക്ക് വന്നപ്പോൾ അവന്റെ കുടുംബത്തിൽ ലൂക്കായുടെ സുവിശേഷം 19 പറഞ്ഞു, ഇന്ന് നിന്റെ ഭവനം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ കുടുംബത്തെ അനുഗ്രഹിച്ച്, അവന്റെ കുടുംബത്തെ, സഖ്യേവുസിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതുപോലെ കർത്താവേ, എൻ്റെ കുടുംബത്തിലേക്ക് ഒന്ന് വന്ന്, എൻ്റെ കുടുംബത്തിന്റെ മുറിവേറ്റ കുടുംബമാണ്, മുറിവേറ്റ് തകർന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത കുടുംബം, എൻ്റെ ഈശോ ഇന്ന് വന്ന് എൻ്റെ ഹൃദയ മുറിവുകൾ അവിടെ നിന്ന് മാറ്റണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കും. മനസ്സിലാഗ്രഹിക്കാം, കർത്താവേ, ഇപ്പോൾ തന്നെ അങ്ങയുടെ സൗഖ്യം, അങ്ങയുടെ സൗഖ്യത്തിൻ്റെ, അങ്ങയുടെ സാന്ത്വനത്തിൻ്റെ, അങ്ങയുടെ ആശ്വാസത്തിൻ്റെ, അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തത്തിൻ്റെ, തിരുജലത്തിൻ്റെ യോഗ്യതയാൽ ഇപ്പോൾ ഈ മക്കൾ ഏത് പ്രാർത്ഥനയാണോ പ്രാർത്ഥിച്ചിരിക്കുന്നത്, എന്താണോ ഈ മക്കളുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ, കർത്താവേ, നീ അതെടുത്തു മാറ്റി ഈ ധ്യാനം തീരുമ്പോൾ, ഈ ആരാധന തീരുമ്പോൾ കർത്താവ് തൊട്ട ഒരു അനുഭവം
അന്ന് ആ വിജനദേശത്ത് ഒറ്റപ്പെട്ടു പോയവര് ഈശോ അവരോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഞാൻ സമൃദ്ധമായ അപ്പം തരാം. അവർ അത് ഭക്ഷിച്ച് തൃപ്തരായി എന്ന് മാത്രമല്ല, അത് നിറഞ്ഞ് കവിയോളം ബാക്കി വരത്തക്ക രീതിയിൽ എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞ ഒരു അനുഭവം അവർക്ക് ലഭിച്ചതുപോലെ താവേ ഞങ്ങൾക്ക് ലഭിക്കണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് കരുണയോടെ കർത്താവെ നീ നോക്കണമേ എന്ന് പാട്. കരുണയോടെ നീ നോക്കണമേ എന്ന് പ്രാർത്ഥിക്കേ. അനുകമ്പയോടുകൂടെ കർത്താവ് അവനെ കണ്ടതുപോലെ കർത്താവ് ഇപ്പോൾ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഞങ്ങളെ അങ്ങ് കരുണയോടെ നോക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കരുണയോടെ നീ ഒരു വാക്ക് ചൊന്നാൽ പാടാം നമുക്ക് ഒരുമിച്ച്. കരുണയോടെ നീ ഒരു വാക്ക് ചൊന്നാൽ. ഈശോയെ നീ ഒന്ന് പറഞ്ഞേ. അവൻ്റെ ഒരു വാക്ക്, അതാണ് സംഭവിച്ചത്. എന്താണ് സംഭവിച്ചത്? ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ അവനൊരു വാക്ക് പറഞ്ഞു, ആ മണ്ണിൽ അഭിഷേകം മുളയ്ക്കാൻ തുടങ്ങി. എന്താണ് അവൻ്റെ ഒരൊറ്റ വാക്ക്? വെളിച്ചമുണ്ടാകട്ടെ. അതവന്റെ വാക്കായിരുന്നു. ആ ഇരുണ്ട സമയത്ത് ആ വാക്കിൽ ഒരു അത്ഭുത ശക്തി, that means the logos, the word of God is lightening. ഇപ്പോൾ ഈ ആരാധനയിൽ നീ പ്രാർത്ഥിച്ചോ, കർത്താവെ നീ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്കുറപ്പാണ് രൂപരഹിതമായ ഭൂമിയിൽ രൂപമുണ്ടായതുപോലെ, രൂപരഹിതമായ ഭൂമിയിൽ രൂപമുണ്ടായതുപോലെ ഇരുണ്ട ആ സ്ഥലത്ത് നീ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഇരുളുമാറി വെളിച്ചമുണ്ടായതുപോലെ ഒരു അഭിഷേകം കർത്താവെ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഒരുമിച്ച് പാടി കരുണയോടെ നീ ഒരു വാക്ക് ചൊല്ലണമേ എന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഇരുള അനുഭവങ്ങളും കർത്താവെ ഈ സമയത്ത് മാറ്റട്ടെ. കരുണയോടെ നീ ഒരു വാക്കു ചൊന്നാൽ, കരുണയോടെ നീ ഒരു വാക്കു ചൊന്നാൽ. അനേക മക്കളോട് ഈശോ പറയുന്നുണ്ട്, എൻ്റെ മക്കളെ ഞാൻ വാക്ക് പറയും, ഞാൻ വാക്കിൽ വിശ്വസ്തനാണ്, വാക്കിൽ വിശ്വസ്തനാണ്. നീ എന്നോടൊരു വാക്ക് പറഞ്ഞാ നിന്റെ ജീവിതത്തിൽ ഏഴ് അഭിഷേകത്തിന്റെ വഴി ഞാൻ തുറക്കും. നീ ഒരു പക്ഷെ വേദനയോട് കൂടിയിട്ടാവും പറയുന്നുണ്ടാവും, കരഞ്ഞ് വാക്കുകൾ മുട്ടിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. പക്ഷെ നിന്റെ വാക്കുകൾ മുട്ടും മുമ്പേ, അത് തീരും മുമ്പേ I will bless. കൂടെ നമുക്ക് ആഗ്രഹിച്ച് പാടാം. കർത്താവേ ഇന്ന മേഖലയിൽ എനിക്കൊരു സൗഖ്യം വേണമെന്ന് പറഞ്ഞ് ഒന്ന് പാടി പ്രാർത്ഥിക്കാം. കരുണയോടെ നീ ഒരു വാക്ക് ചൊല്ലാം. കരുണയോടെ നീ ഒരു വാക്കു ചൊന്നാൽ. ഒരുമിച്ച്. കരുണയോടെ നീ ഒരു വാക്കു ചൊന്നാൽ. ഇനി നിന്റെ ഹൃദയമുറിവുകളൊന്ന് പറഞ്ഞു, ഈശോയെ ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മുറിവ് എന്ന് പ്രാർത്ഥിച്ചോ. ഇത് കഴിഞ്ഞൊരു ചെറിയ വചന ശുശ്രൂഷയ്ക്ക് ശേഷം നമ്മൾ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കും. ആരാധനയുടെ സമയത്ത് ഈ ഹൃദയമുറിവ് കർത്താവ് എടുത്തു മാറ്റും. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയമുറിവുകൾ സമർപ്പിക്കുമ്പോൾ ഈശോ ആ ഹൃദയമുറിവുകൾ മാറ്റി നമുക്ക് അവൻ്റെ ഹൃദയം, അതാണ് നമ്മൾ എസെക്കിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്. എസെക്കിയേൽ 36 എന്താ എഴുതിയിരിക്കുന്നത്? നിന്റെ ശിലാഹൃദയം എടുത്തു മാറ്റും എന്ന് പറഞ്ഞാൽ നിന്റെ മുറിവേറ്റ ഹൃദയം ഈശോ എടുത്തു മാറ്റും. അതാണ് ഇന്ന് ഇപ്പോൾ ഈ സമയത്ത് ആരോടൊക്കെയോ പറയുന്നു, നിന്റെ മുറിവേറ്റ ഹൃദയം ഇനി എന്തിനാ ആ ഹൃദയം ഒന്ന് മാറ്റിക്കളഞ്ഞേ. നമുക്കറിയാം ഹൃദയം ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ആ ഹൃദയം മാറ്റിയിരിക്കില്ലേ, ഹൃദയം മാറ്റിയിരിക്കാൻ പോവാ. ദിസ് ഈസ് ദ ടൈം ടു ദ ന്യൂ എമർജിങ് പീരിയഡ്. ഒരു പുതിയ അഭിഷേകത്തിന്റെയാണ്. കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഈ ഹൃദയം എനിക്കിനി വേണ്ട. അങ്ങയുടെ തിരുവചനത്തിൽ പറയുന്നത് പോലെ, എസെക്കിയേൽ 36 പറയുന്നത് പോലെ ഒരു പുതിയ ഹൃദയം എനിക്ക് വേണം. മുറിവേറ്റ ഹൃദയം എനിക്ക് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ച് ആ മുറിവ് അനുഭവങ്ങൾ ഈശോയുടെ കയ്യിൽ കൊടുത്തു. ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ ഏതെങ്കിലുമൊക്കെ വേദനകളായിരിക്കും, മുറിവേറ്റ ആന്തരിക മുറിവുകളായിരിക്കാം, അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയത്തുള്ള മുറിവുകളായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഒരു ഇന്നർ ഹീലിംഗ് ഇറ്റ്സ് ഹാപ്പനിങ് ഇപ്പോൾ സംഭവിക്കുന്നു. ഹൃദയമുറിവുകൾ മാറ്റണമേ എന്ന് പറഞ്ഞു. കർത്താവെ നീ ഒരു വാക്ക് ചെന്നാൽ എൻ്റെ ഹൃദയമുറിവുകൾ മാറും എന്ന് പ്രാർത്ഥിച്ചു പാടാം. കരുണയോടെ നീ ഒരു വാക്ക് ചെന്നാൽ ഹൃദയ മുറിവുകൾ മാറിയിടും നാഥ. ആഗ്രഹിച്ച് പാടാം നമുക്ക് ഒരുമിച്ച്. കരുണയോടെ നീ ഒരു വാക്കു ചൊന്നാൽ ഹൃദയ മുറിവുകൾ മാറിയിടും നാഥ. അഴലകറ്റി ഒന്നാശ്വാസമേകാം, നീയല്ലാതെ എനിക്കാരുണ്ട് നാഥ. അഴലകറ്റിയൊന്നാശ്വാസമേകാം, നീയല്ലാതെ എനിക്കാരുണ്ട് നാഥ.
അഴൽ, ദുഃഖം, വേദന, രോഗം, എല്ലാ വേദനകളും അഴലുകൾ മാറ്റുന്ന കർത്താവ്. ആമേൻ, ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടെ ഒരുമിച്ച് പാടാം. കരുണയോടെ നീ ഒരു വാക്ക് ചൊന്നാൽ ഹൃദയമുറിവുകൾ മാറിയിടും നാഥ. അഴലകറ്റി ഒന്നാശ്വാസമേകാൻ നീയല്ലാതെ എനിക്കാരുണ്ട് നാഥ. പരിശുദ്ധ മറിയമേ, നല്ല മാതാവേ, നമ്മുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങൾ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമുക്ക് വലിയൊരു സന്തോഷമാണ്. സഭ നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല ഒരു നാളുകൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൂൺ മാസമാണ്. ജൂൺ മാസത്തിൽ മഴ പെയ്യുന്നതിൻ്റെ ഒരു സന്തോഷമല്ല, അതിനപ്പുറത്ത് ദൈവസ്നേഹത്തിൻ്റെ മഴ പെയ്ത്തുള്ള ഒരു നാളാണ് ജൂൺ മാസം. അതിൽ ഏറ്റവും സന്തോഷമുള്ളത് എന്താണ്? ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു ശക്തി നിറയപ്പെടുന്ന മാസമാണ്. മറ്റേത് മാസത്തെക്കാളും ജൂൺ മാസത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താ? ഈശോയുടെ ഹൃദയത്തിൻ്റെ ഒരു അഭിഷേകം ഇങ്ങനെ നിറയും. നമ്മൾ പറയില്ലേ, നിന്റെ ഹൃദയം എനിക്ക് വേണം, നിന്റെ ഹൃദയം എനിക്ക് തരുമോ? അങ്ങനെയല്ലേ നമ്മളിങ്ങനെ കാമുകന്മാരല്ലെങ്കിൽ കാമുകിമാരൊക്കെ പറയണത് എന്താ? എടാ, നിന്റെ ഹൃദയം എനിക്ക് തരുമോ? നിന്റെ ശരീരമോ നിന്റെ മനസ്സോ നിന്റെ അതൊന്നുമല്ല, എനിക്ക് നിന്റെ ഹൃദയമാണ് വേണ്ട. ഐ നീഡ് യുവർ ഹാർട്ട്, എൻ്റെ ഹൃദയം. ഈശോ പറയാണ്, ഞാൻ എൻ്റെ ഹൃദയം നിങ്ങൾക്ക് നൽകും. അതുകൊണ്ടല്ലേ നിങ്ങൾ എവിടെ നോക്കി ആരുടെ ഹൃദയമാണ് ഇങ്ങനെ തുറന്നിരിക്കണേ? ഏത് കല്ലറയാണ് ഇങ്ങനെ തുറന്നിരിക്കുന്നേ? ആരുടെ നെഞ്ചാണ് ഇങ്ങനെ പൊളിച്ചു വെച്ചിരിക്കണേ? ആരുടെ ഹൃദയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈശോയുടെ ഹൃദയം മാത്രമാണ് ഇങ്ങനെ തുറന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇന്ന് വലിയ ഭാഗ്യമുള്ളവരാണ്. നമ്മൾ ഈ ഒരു പ്രോഗ്രാം കാണുന്നവർ, ഇന്ന് ഈ തിരുഹൃദയത്തിൻ്റെ ഈ ദിവസമൊക്കെ വന്നിരിക്കുന്നവർ ശരിക്കും ഭാഗ്യമുള്ളവരാണെന്ന് പറയാൻ കാരണം, സ്നേഹമുള്ളവർ, ഈശോയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. ഈശോയുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താ? ഈശോയുടെ ഹൃദയത്തിൽ നിന്നിങ്ങനെ കരുണയൊഴുകാണ്. ഈ പ്രോഗ്രാം ഇങ്ങനെ ഇവർ പറയുമ്പോൾ അതിൻ്റെ പ്രോഗ്രാമിൻ്റെ പേരൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു കുളിരല്ലേ, കരുണാർദ്രം. കർത്താവിന് എന്താണ് ഈശോയുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താ? ഈശോയുടെ ഹൃദയത്തിൽ നിന്നിങ്ങനെ കരുണ ഒഴുകുക എന്ന് പറയുന്നത്. ആരൊക്കെ ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഈശോ കൊടുക്കുന്ന ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഈ ഒരു സ്നേഹം ഇങ്ങനെ നിറയും. അപ്പം നമുക്ക് ഇന്ന് ഈ ഒരു ധ്യാനത്തിൻ്റെ ഈ ആദ്യ സമയത്ത് മനസ്സിലിങ്ങനെ ഓർക്കേണ്ട കാര്യം എങ്ങനെയാണ്? ഈശോയുടെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയം ചേർത്ത് വെച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ചാൽ നല്ലതാണ്. ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് ആ ജീവിതം, ആ ജീവിതങ്ങൾ ഇങ്ങനെ തെളിച്ചമുള്ളതായിട്ട് മാറുന്നത് കണ്ടിട്ടുണ്ട്. അതിന് ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം അച്ഛൻ. അതിന് ഏറ്റവും നല്ല കഥാപാത്രം യോഹന്നാൻ സ്ലീഹയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ ഓരോ ധ്യാനത്തിലും ഓരോ ആരാധനയിലും ഇപ്പോഴും ഇങ്ങനെ യോഹന്നാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് യോഹന്നാനോട് ഇഷ്ടം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ലാസ്റ്റ് സപ്പറിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ലാസ്റ്റ് സപ്പറിൽ എന്താണ്, 12 പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈശോയുടെ സൗഹൃദത്തിൻ്റെ സാഹിത്യത്തിൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ സൗഹൃദങ്ങളുടെ വിരുന്നുമേശയാണത്. എന്ന് പറഞ്ഞാൽ ഇത്രയും സ്നേഹം ഇങ്ങനെ ഒഴുകുന്ന വേറെ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ കാണുന്നില്ല. വേറെ ഏത് മതത്തിൽ നോക്കിയാലും, വേറെ ഏത് കൾച്ചറിലും. അതുകൊണ്ടാണ് ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന വൺ ഓഫ് ദ ലെബനോനിലെ കവിയായ മനുഷ്യൻ, ഒരു അക്രൈസ്തവനായ മനുഷ്യൻ, അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്കെല്ലാം മറക്കാം, പക്ഷേ എനിക്ക് ഒരു കാര്യം മറക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഖലീൽ ജിബ്രാനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് മറക്കാൻ പറ്റാത്തത് എന്താ? അപ്പോൾ മറക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് പറയുന്നത് ലാസ്റ്റ് സപ്പറാണ്. ആ ലാസ്റ്റ് സപ്പറിനോളം ഭംഗിയുള്ള ഒരു പ്രണയവും ഞാൻ കണ്ടിട്ടില്ല. പ്രണയത്തെക്കുറിച്ച് കവിത എഴുതിയിട്ടുള്ള, കാവ്യാത്മകമായ ഒരുപാട് നോവലുകൾ, കവിതകളൊക്കെ എഴുതിയിട്ടുള്ള ഖലീൽ ജിബ്രാൻ പറയാണ്, എനിക്കെല്ലാം മറക്കാൻ പറ്റും, എനിക്കെല്ലാം അങ്ങനെ ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു സ്നേഹത്തിൻ്റെ കൃപ തോന്നിയത് അത് ഈ ലാസ്റ്റ് സപ്പറാണ്. കാരണം അതിൽ സ്നേഹത്തിൻ്റെ വലിയ നിറവുണ്ട് എന്നുള്ളത്. എൻ്റെ സ്നേഹമുള്ളവരെ, നമുക്കിതിങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടുത്തണ്ട. എന്താണ് ആ ഒരു അന്ത്യത്താഴത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? ആ 12 പേർക്കും ഈശോ ഇങ്ങനെ സ്നേഹം ഇങ്ങനെ സമൃദ്ധമായിട്ട് നൽകുന്നതിൻ്റെ ഒരു ഓർമ്മയാണ്. 12 പേരും ഒരുപോലെ ഈശോ ഇങ്ങനെ സ്നേഹിക്കുകയാണ്. അത് ഒറ്റിക്കൊടുക്കാൻ പോണവന്, തള്ളിപ്പറയുന്നവന്,
ഈ പറയുന്ന കാൽവരിയിലേക്ക് പോകുമ്പോൾ തന്നെ വിട്ടുപോകുന്ന ഉറപ്പുള്ളവര് ഒക്കെ ഉണ്ടായിട്ടും അവരെ ഈ 12 പേരെയും ഈശോ സ്നേഹിക്കുന്ന ഒരു രംഗമാണ് ലാസ്റ്റ് സപ്പറിന്റെ സമയം. ഈശോ നാളെ മരിക്കുന്ന ഈശോയ്ക്ക് അറിയാം. നീ ആലോചിച്ച് നോക്കിയേ, ഇപ്പം ഈ ഒരു ടോക്ക് കേട്ടോണ്ടിരിക്കണം നമ്മൾ നാളെ മരിക്കുക എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇന്നിങ്ങനെയാണോ ഇരിക്കുക? വി ആർ സോ ടെൻസ്ഡ്, ബട്ട് ക്രൈസ്റ്റ് ഇസ് ഡിഫറെൻറ്റ്. ഈശോ നിറച്ച് വ്യത്യസ്തനാണ്. എന്താണ് ഈശോ ചെയ്യുന്ന കാര്യം? എന്താ? അങ്ങനെയൊക്കെ പറയുന്ന സമയത്തും ശാന്തമായിരുന്ന് ഈ 12 പേർക്കും സ്നേഹം കൊടുക്കുക. അതിൽ യോഹന്നാനോടുള്ള സ്നേഹം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഈ യോഹന്നാൻ ഓർക്കണം എന്ന് പറയാൻ കാരണം ഈ 12 പേരിൽ ഒരുവൻ മാത്രമാണ് ഈശോയുടെ നെഞ്ചോട് ചേർന്ന് കിടന്നത്. അങ്ങനെയാണ് വചനം എഴുതിയിരിക്കുന്നത്. എന്താ? ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യനായ യോഹന്നാൻ അവൻ്റെ മാറോട് ചേർന്ന് കിടന്നു എന്നാണ് പറഞ്ഞത്. അതൊന്ന് ശരിക്കും ഒന്ന് ധ്യാനിച്ചാൽ നല്ലതാ. ഈ തിരുഹൃദയമാസം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നവർ ധ്യാനിക്കേണ്ട ഏറ്റവും ഫസ്റ്റ് ആൻഡ് പ്രമോഡിയൽ സ്റ്റഫ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് യോഹന്നാൻ ഈശോയുടെ നെഞ്ചോട് ചേർന്ന് കിടന്നു. ബാക്കിയുള്ളവരൊക്കെ ഈശോയുടെ അടുത്തുണ്ട്, ഈശോയുടെ അടുത്തുള്ളവർ അകലെയുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ ഈശോയുടെ നെഞ്ചോട് ചേർന്ന് കിടന്നവൻ യോഹന്നാനാണ്. പിന്നെ ഈ കരുണാർദ്രം തിരുഹൃദയം എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ ഈശോ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: നീ ഈശോയുടെ എവിടെയാണ് നിൽക്കുന്നത്? നീ ഈശോയുടെ സ്നേഹം ഇങ്ങനെ നന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം, മഴ പെയ്യുമ്പോൾ മഴയിൽ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ മഴയ്ക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ഇത് ആസ്വദിക്കാം. അത് പല രീതിയിൽ. ചിലർ എങ്ങനെ ആസ്വദിക്കുക? ചിലർ മഴ പെയ്യുമ്പോൾ വീടിൻ്റെ ഉള്ളിലിരുന്ന് പുറത്ത് മഴ പെയ്യണത് നോക്കും. ഇനി ചിലരെന്ത് ചെയ്യും? മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ജലന തുറന്നിട്ട് അത് നോക്കും. അപ്പോൾ ഈ മഴ പെയ്യണത് കാണാൻ കുറച്ചും കൂടെ അടുത്താവും. ഇനി ചിലരെന്ത് ചെയ്യും? മഴ പെയ്യുമ്പോൾ മഴ കാണാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ പുറത്തേക്ക് ഇടും. അപ്പോൾ മഴയുടെ കുറച്ച് അനുഭവം കിട്ടും. ഇനി നല്ല മഴയെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിലോ അവൻ എന്ത് ചെയ്യും? മഴയത്തിങ്ങനെ ഇറങ്ങി നടക്കും. വാതിലും ജലനൊക്കെ തുറന്ന് മഴയത്തിങ്ങനെ സ്നാനം ചെയ്യുന്നൊരു അനുഭവം. ഇതുപോലെയാണ് ഈശോയുടെ സ്നേഹം. ഈശോ പറയാണ്, ഞാനിങ്ങനെ മഴ പോലെ ഇങ്ങനെ ആണ് പഴയ നിയമത്തിലൊക്കെ എഴുതിയിരിക്കുന്നത്. അവൻ്റെ സ്നേഹം മഴ പോലെ പെയ്തുകൊണ്ടിരിക്കണു. അതിന് സ്നേഹത്തിൻ്റെ ആഴക്കാൻ പറ്റില്ല എന്നൊക്കെ പൗലോസ്ലീഹ പറയണേ. അപ്പം ഈ മഴ പെയ്യുന്നത് പോലെ അവൻ്റെ സ്നേഹം വരുന്ന സമയത്ത് ഇന്ന് ഈ തിരുഹൃദയമാസം ഈശോ നമ്മളോട് ചോദിക്കുന്നത്, അതിൽ നീ എങ്ങനെയാണ് നിൽക്കണേ? നീ യോഹന്നാനെ പോലെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് ഈശോയ്ക്ക് അറിയേണ്ടത്. ഈശോ അതാണ് ചോദിക്കണത്. ഈശോ പറയാ, എനിക്ക് നിന്നെ ഇഷ്ടം. അതല്ലേ ഈശോ അവരോടൊക്കെ പറയും, ഐ ലവ് യു സോ മച്ച്. എന്നിട്ട് പത്രോസിനോട് ചോദിക്കുന്നത് എന്താ? ഡു യു റിയലി ലവ് മീ? പിന്നെയും പിന്നെയും ഈശോയ്ക്കൊന്നേ പറയാനുള്ളൂ, ഈശോ നിന്നെ എന്നെ നമ്മെ സ്നേഹിക്കുന്നു. ഈശോ സ്നേഹിക്കുക. ഈശോയ്ക്ക് വേറെ ഒന്നുമില്ല. ഈശോ സ്നേഹിക്കുമ്പോൾ ഈശോയുടെ ഈ അടുത്ത് നെഞ്ചോട് നീ ചേർന്നിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പം ഏതെങ്കിലും ഹൃദയമുറിവുണ്ടാവും. അത് നമ്മളിങ്ങനെ ഈ ധ്യാനം തുടങ്ങുമ്പോൾ എൻ്റെ ആദ്യത്തെ സെഷനിൽ മക്കളൊക്കെ പാടിയതുപോലെ ഏതെങ്കിലുമൊക്കെ ഹൃദയമുറിവുണ്ടാവും. നീ എവിടെയൊക്കെ പോയിട്ടും നിനക്ക് ഒരു കാര്യമില്ല, എല്ലാം നിന്നെ മടുപ്പിക്കും. ഇനി നിന്റെ ഹൃദയം ഒന്ന് ഈശോയുടെ നെഞ്ചോട് ചേർത്ത് വെച്ചേ. അതാണ് വചനം എഴുതിയിരിക്കുന്നത്. യോഹന്നാനെ കുറിച്ച് പറയണ കാര്യം, അല്ലെങ്കിൽ ഈ തിരുഹൃദയ മാസത്തിൽ നമുക്ക് ധ്യാനിക്കാൻ പറ്റിയ കഥാപാത്രം യോഹന്നാൻ എന്ന് പറയുന്നത്. യോഹന്നാൻ പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും വേണ്ട ഈശോയെ, ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്, ഐ നീഡ് യുവർ ഹാർട്ട്. എനിക്ക് നിന്റെ ഹൃദയം വേണം. ഇനി ഹൃദയത്തോട് ചേർന്നിരുന്ന യോഹന്നാന് സംഭവിച്ചത് എന്താ? അച്ഛൻ ഇപ്പോഴും സൂചിപ്പിക്കുന്ന ഒരു കാര്യം, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നുന്ന കാര്യമാണ്. ഈശോയുടെ നെഞ്ചോട് ചേർന്നിരുന്നപ്പോഴാണ് യോഹന്നാനാണ് ഈശോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഈ 4 പുസ്തകത്തിൽ ഏറ്റവും സട്ടിലായിട്ടുള്ള പുസ്തകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന കാര്യം യോഹന്നാൻ്റെ സുവിശേഷമാണ്. അതാണ് യോഹന്നാൻ കഴുകൻ്റെ പ്രതീകം കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ സോ ഡീപ്പ് സ്പിരിച്വാലിറ്റി, ഡീപ്പ് തിയോളജി. ഞങ്ങൾ തിയോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും പാടുള്ള വിഷയം ഏതാ? യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കാനാ. കാരണം എന്താ? അത് അബ്സ്ട്രാക്റ്റ് നോളജാണ്. എന്ന് പറഞ്ഞാൽ ലോഗോസ്, ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്നൊക്കെ അപ്പുറത്തൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന. അങ്ങനെ ഈശോയുടെ അടുത്ത് ചേർന്ന് നിന്നപ്പോൾ അവൻ്റെ ജ്ഞാനം വർദ്ധിച്ചു. അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ജ്ഞാനത്തിൻ്റെ പുതിയ അഭിഷേകം കിട്ടിയെന്നാണ് പറയണേ. അപ്പം ഇന്ന് ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കുകയും, അറിവില്ലാത്തവരാണോ, മണ്ടന്മാരായിട്ട് ജീവിക്കുന്നവരാണോ, സാരമില്ല. നീ ഇന്ന് എന്ത് ചെയ്യണം? ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ എഴുത്തിൽ അവൻ ഇടപെടും, നിന്റെ ബുദ്ധിയിൽ ഇടപെടും, നിന്റെ ശരീരത്തിൽ അവൻ ഇടപെടും, നിന്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമസ്ത മേഖലകളിലും ഈശോ ഇടപെടാൻ തുടങ്ങും. അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 4 പുസ്തകങ്ങളിൽ ഏറ്റവും
ഏറ്റവും കൃപയുടെ എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആബാ സ്നേഹത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ മുരുക്കം പിതാവിനെ കാണാൻ പോയിരുന്നു. അവിടെ പോയി കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞ് അവിടെ കുറച്ച് പേരിങ്ങനെ സന്യാസികൾ ഇങ്ങനെ ഒരു ഗുഹയിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ പറയായിരുന്നു, എൻ്റെ അച്ഛാ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെയാണ്, കാടിൻ്റെ ഉള്ളിൽ തനിച്ച് താമസിക്കുന്ന നാല് ബ്രദർമാർ. അപ്പോൾ ഈ 4 ബ്രദർമാരും പറയാം, അച്ഛാ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു മടുപ്പ് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെയാ? അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ അച്ഛാ ഞങ്ങളുടെ കയ്യിൽ ഈ ഗോസ്പൽ മാത്രമേ ഉള്ളൂ, ഗോസ്പൽ ഓഫ് ജോൺ ഞങ്ങളുടെ കയ്യിലുണ്ട് അച്ഛാ. ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ സ്നേഹം ഇങ്ങനെ നിറയണു. സ്നേഹം അവരെ സത്യമായിട്ട് നിങ്ങളോട് പറയും, നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഈ വാഗമൺ അടുത്തുള്ള നല്ലതണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം. എനിക്ക് ഈ ഗുഡ്നസ്സുകാരെ എനിക്ക് പരിചയമുണ്ട്. അവരവിടെ പോയിട്ട് ആ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഞാനിങ്ങനെ ഓർക്കാം. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഈ വീഡിയോയെങ്കിലും ഒന്ന് പണ്ടത്തെ നമ്മുടെ ഈ ഗുഡ്നസ്സിലുള്ള വീഡിയോ ഒക്കെ എടുത്ത് കണ്ടാൽ നല്ലതാണ്. അപ്പോൾ അതിൽ അവരവിടെ പോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ ഞങ്ങൾക്ക് ഈ ഒരു സ്നേഹം കിട്ടിയത് യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോഴാണ്. അവരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞ് ഞങ്ങളവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കാടിൻ്റെ ഉള്ളിൽ കാടിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 4 പേര്, ഒരു സണ്ണി എന്ന് പറഞ്ഞ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ അഭിഷേകം ഒഴുകാണ്, സ്നേഹത്തിൻ്റെ നമ്മൾ പറയില്ലേ പൂങ്കാറ്റ് വീശുന്നത് പോലൊരു അനുഭവം. എന്നിട്ട് ഇവർ പറഞ്ഞു, ഞങ്ങൾ ഇത് വായിച്ചപ്പോഴാണ്. എൻ്റെ സ്നേഹമുള്ളവരെ, യോഹന്നാൻ സ്ലീഹയുടെ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിലേക്ക് ഒരു മനുഷ്യനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകും. അതൊന്ന്. ഇനി എന്താണ് ഈശോയുടെ നെഞ്ചോട് ചേർന്ന് കിട്ടപ്പോൾ അവന് കിട്ടി രണ്ടാമത്തത് അമ്മ സ്നേഹം അവന് കിട്ടി, ഇല്ലേ? നിങ്ങൾ നോക്കി നോക്കിയാലേ നമുക്ക് അറിഞ്ഞൂടെ ഈശോ ആർക്കാണ് പരിശുദ്ധ അമ്മയെ കൊടുത്തത്? ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് ബാക്കി ആർക്കും അല്ല, ഈശോയുടെ നെഞ്ചോട് ചേർന്ന് കിടന്ന യോഹന്നാനാണ് അങ്ങനെ ഒരു കൃപ കിട്ടി. യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ നീ എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നതിനാൽ, നീ എന്നെ ഇത്രമേൽ സ്നേഹിക്കുന്നതിനാൽ നിനക്ക് ഞാൻ എൻ്റെ ചങ്കായ അമ്മയെ, നമ്മൾ പാട്ടിലൊക്കെ പറയില്ലേ ചങ്കാണ്, ആ ചങ്ക് പറിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയെ നീ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയെ യോഹന്നാന് കൊടുക്കുകയാണ്. അത് ഈശോയോട് ചേർന്നിരിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു കൃപയാണ്, അമ്മ സ്നേഹത്തിൻ്റെ ഒരനുഭവം. അപ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു മോൻ ഇങ്ങനെ ഒരു കൊലപാതകത്തിൽ ഉള്ള ഒരു വാർത്ത നമ്മൾ കണ്ടില്ലേ? അമ്മേനെ ഇങ്ങനെ കഴുത്തറുത്ത് വന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തയാണ്, നമുക്ക് കണ്ടുവെക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അമ്മയുടെ കഴുത്ത് ഒറ്റ വെട്ടിനാണ് കൊന്നിങ്ങനെ 2 കഷ്ണാക്കണേ. അത് കഴിഞ്ഞപ്പോൾ പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറയണ കാര്യം എന്താണെന്നറിയോ? പറ്റിപ്പോയി എന്നല്ല അവൻ പറയണ വാചകം എന്താണെന്നറിയോ? ഞാൻ അപ്പനെയും കൊല്ലാൻ നോക്കിയതാ, എനിക്ക് ടൈം കിട്ടിയില്ല. എങ്ങനെയാണ് ഒരു മോന്, മലയാളിയായ ഒരു മോൻ അങ്ങനെ പറയാൻ പറ്റണേ? അവൻ പറഞ്ഞത് ഇങ്ങനെയോ, എനിക്ക് അപ്പനെയും കൊല്ലണമെന്നുണ്ടായിരുന്നു, അമ്മയെയും കൊല്ലണമെന്നുണ്ടായിരുന്നു. അമ്മേനെ കൊല്ലാൻ പറ്റി, പക്ഷെ അപ്പനെ കൊല്ലാൻ എനിക്ക് ടൈം കിട്ടിയില്ല. ടൈം കിട്ടിയെങ്കിൽ ഞാൻ അപ്പനെയും കൊന്നേനെ. അപ്പം അത് കഴിഞ്ഞ് അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. എൻ്റെ സ്നേഹമുള്ളവരെ, സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ് കൊലപാതകത്തിലേക്ക് അവൻ വീണുപോയത്. ഇപ്പം മദ്യപാനത്തിന്, ലഹരി പദാർത്ഥങ്ങൾക്ക്, എനിക്കറിയാം MDMA ഒക്കെ യൂസ് ചെയ്യുന്ന ചില മക്കളോടൊക്കെ ഞാനിങ്ങനെ കാലിൽ പിടിച്ചിട്ട് ചോദിക്കാറുണ്ട്, എൻ്റെ മക്കളെ തിരിച്ചു വാ, MDMA സിന്തറ്റിക് നാർക്കോട്ടിക്സ് നിന്റെ ശരീരത്തെ നശിപ്പിച്ച് കളയും, 2 വർഷം കൊണ്ട് നിന്റെ പൊട്ടൻസി അടക്കം പോകും, മക്കൾ പോലും നിനക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് കാലുപിടിച്ച് അവരോട് പറയും. അപ്പോൾ അവരെന്നോട് പറയണ കാര്യമുണ്ട്, അച്ഛാ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയൊന്നും ഇങ്ങനെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഞാനിങ്ങനെ പോവില്ല, അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ സ്നേഹമുള്ളവരെ, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് വന്ന ഈശോ പറയും, അമ്മ മറന്നാലും എല്ലാം തകർന്നാലും കൈനീട്ടിയെത്തും സ്നേഹ വാത്സല്യമേ. ഇതാണ് ഈശോയുടെ സ്നേഹം. അമ്മ മറന്നാലും എല്ലാം മറന്നു, കണ്ണീരു വീണു നനവാർന്ന നെഞ്ചിലും ഉള്ളം തകർന്നു നീ കേണിടുമ്പോഴും അമ്മയേക്കാൾ നിന്നെ സ്നേഹിക്കും ദൈവം ഞാൻ, ഇങ്ങനെ മാറോട് ചേർക്കും. അപ്പോൾ സ്നേഹമുള്ളവരെ, തിരുഹൃദയമാസത്തിൽ നീ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന രണ്ടാമത്തെ കിട്ടുന്ന കൃപ എന്ന് പറയുന്നത് നിന്റെ ഉള്ളിലൊരു അമ്മയുടെ സ്നേഹത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് നീ വരും. ഇനി മൂന്നാമത്തത് എന്താ? മൂന്നാമത്തെ കാര്യം, നീ ഇന്നേ വരെ കാണാത്ത കാഴ്ചകൾ ഈശോയുടെ തിരുഹൃദയത്തിനടുത്തിരുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ നീ കണ്ടു തുടങ്ങും. ഇന്നേ വരെ കാണാത്തത്. അത് യോഹന്നാൻ്റെ വെളിപാട് വായിക്കണം. വെളിപാടിൽ എന്താ എഴുതിയിരിക്കുന്നത്? യോഹന്നാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെ അബ്സ്ട്രാക്റ്റ് നോളജാണ്. പത്മോസ് ദ്വീപ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ ആകെ സ്റ്റിഞ്ചി സ്മെല്ലുള്ള, ദുർഗന്ധം വമിച്ചിരിക്കുന്ന, ഒന്നിനും കൊള്ളാത്ത ഒരു സ്ഥലമാണ് ഈ പത്മോസ് ദ്വീപ്. അതുകൊണ്ടാണ് ഈ ഇദ്ദേഹത്തെ നാട് കടത്തണേ. അവിടെ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ പുഴു, പാമ്പ്, ക്ഷുദ്രജീവികൾ ഇതൊക്കെയുള്ള ഒരു സ്ഥലമാണ്.
ആ സ്ഥലത്ത് കിടക്കുന്ന കാഴ്ചകളൊക്കെ വികലമായ കാഴ്ചകളാണ്. നിങ്ങൾ നോക്കി നോക്കി, പാമ്പിനെ കുറേ നേരം കണ്ടാൽ നമ്മുടെ മൈൻഡ്, പുഴു, മറ്റ് ജീവജാലങ്ങൾ, അങ്ങനെയുള്ള ഒരു ദ്വീപിലാണ് യോഹന്നാൻ പെടുന്നത്. പക്ഷെ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് കിടന്നതുകൊണ്ട് ഈ കിടക്കുന്ന കാഴ്ചകളൊക്കെ അവന് അതിൻ്റെ അപ്പുറത്തൊരു കാഴ്ച ദൈവം കൊടുത്തു. അതാണ് പ്രത്യേകത. ഈശോയുടെ തിരുഹൃദയത്തിനടുത്തേക്ക് നീ എന്തിനാ വരണ്ടേ? നീ വന്നാൽ നിനക്ക് കിട്ടാൻ പോകുന്നത് നിന്റെ ഈ ഹൃദയത്തിലേറ്റ മുറിവ് അനുഭവങ്ങളൊക്കെ ഇല്ലേ, കണ്ട കാഴ്ചകൾ. എനിക്കറിയാം, എനിക്കിങ്ങനെ ഒരു ധ്യാനത്തിന് പോയപ്പോഴാണ് ഒരു ഹീലിംഗ് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ 2 അനിയത്തിമാരിങ്ങനെ വണ്ടി ഇടിച്ച് മരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പോണ വഴിയിൽ അച്ഛൻ്റെ അത്രയും ഇഷ്ടമുണ്ടായിരുന്ന 2 മക്കളാണ്. അവരിങ്ങനെ ബൈക്കും ഇങ്ങനെ പോണു, അച്ഛൻ ബാക്കിൽ ഇങ്ങനെ കാറിൽ പോണ സമയത്ത് ഒരു വാഹനം ഇങ്ങനെ വന്ന് ആദ്യത്തെ മോളുടെ തലയുടെ മുകളിലൂടെ ഇങ്ങനെ കയറുന്നത് കണ്ട്, രണ്ടാമത്തെ മോളുടെ അവളെടുക്കാൻ പോകുമ്പോഴേക്കും വണ്ടിക്ക് ബ്രേക്ക് ഇല്ലാത്തതിൻ്റെ പേരിൽ രണ്ടാമത്തെ വയറിൻ്റെ മോളോടെ കയറി 2 മക്കളും ഇങ്ങനെ പൊടിഞ്ഞ കാഴ്ച കണ്ടതാ. ആ കാഴ്ച അച്ഛനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളുകൾ അച്ഛനെ അതൊരു ഹീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് കുർബാനയൊക്കെ ചൊല്ലിയിരുന്നു. പക്ഷെ മനസ്സിലെന്തോ. അതെൻ്റെ ഒരു അച്ഛൻ്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സാം അച്ഛൻ ഒരു കാര്യം ചെയ്യും, ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ കാഴ്ചകളെ വിശുദ്ധീകരിക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സ്നേഹിതരെ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഇതുപോലൊരു മാസമാണ് അച്ഛനിങ്ങനെ ഈശോയുടെ തിരുഹൃദയത്തോട് പറഞ്ഞു, ഈശോയെ, ഞാൻ കണ്ട കാഴ്ചകൾ എന്നിങ്ങനെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കണു. എൻ്റെ മുമ്പിൽ കഴിഞ്ഞകാല കാഴ്ചകളുടെ വേദന. സ്നേഹിതരെ, 1 മാസം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ മേഖലയിൽ ഒരു ഹീലിംഗ് എനിക്ക് കിട്ടി. യോഹന്നാന് കിട്ടുന്നത് അങ്ങനെയാണ്. ഈ പാത്മോസ് ദ്വീപിന്റെ ഉള്ളിൽ നരകയാതന അനുഭവിച്ചിരുന്നവൻ ഈശോയുടെ തിരുഹൃദയത്തെ ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ കാണുന്നത് ഈ കാണുന്ന ചുക്കിച്ചുളിഞ്ഞ വസ്തുക്കളോ ഈ കാണുന്ന പാമ്പ്, തേള് തുടങ്ങിയ കാര്യങ്ങളല്ല. അവനോട് കർത്താവ് പറഞ്ഞു, മോനെ, മുകളിലേക്ക് നോക്കി, ലിഫ്റ്റ് അപ്പ് യുവർ ഐസ് ആൻഡ് സീ ദി മിറാക്കുലസ് ആക്ടിവിറ്റീസ്, മിറാക്കുലസ് ആയിട്ടുള്ള സംഭവങ്ങൾ കാണ്. ദേ ആകാശത്തുള്ള കാര്യങ്ങൾ. അതാണ് വചനം എഴുതിയിരിക്കുന്നത്. പിന്നെ എന്താ? യോഹന്നാൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ അവൻ ഇങ്ങനെ സ്വർഗം തുറക്കപ്പെടുന്നത് കണ്ടു. എൻ്റെ സ്നേഹിതരെ, ഈശോയുടെ തിരുഹൃദയത്തോട് നീ ചേർന്ന് നിൽക്കാൻ തുടങ്ങുന്ന അന്ന് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കൃപയാണ്. കൃപയുടെ മഴവില്ല് തെളിയുന്നത് കാണും. അതാണ് പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ആ നോഹയ്ക്ക് കാണുന്നത് എന്താ? ദൈവത്തോട് ചേർന്ന് നിന്നു. ആ പറയുന്ന പ്രളയത്തിന്റെ മുമ്പിൽ നിന്ന് നോഹ ഇങ്ങനെ കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ ദൈവമേ, നിന്റെ ഹൃദയത്തോട് ഞാൻ എൻ്റെ ഹൃദയം ചേർത്ത് വെക്കാന്ന് പറഞ്ഞ് നോഹ് പ്രാർത്ഥിച്ച് ആകാശത്ത് നോക്കുമ്പോൾ അവൻ ഇങ്ങനെ മഴവില്ല് തെളിയുന്നത് ഇങ്ങനെ കാണാണ്. ആകാശത്ത് മഴവില്ല്, സ്നേഹത്തിന്റെ, കരുണയുടെ, വാത്സല്യത്തിന്റെ മഴ പെയ്ത്ത് ആ മഴവില്ല് തെളിയണത് അവൻ കണ്ടു. യോഹന്നാൻ എഴുതി വെച്ചേക്കാണ്, യോഹന്നാന്റെ ജീവിതത്തിൽ അവൻ ഇന്നോളം കാണാത്ത സൂര്യകാന്തം കൊണ്ടെന്നെ മെനഞ്ഞവനെ. സൂര്യകാന്തം കാണാണ്. ഇന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. പക്ഷെ യോഹന്നാൻ കണ്ടു. അതാണ് എഴുതി വെച്ചിരിക്കുന്നത് വെളിപാടില്. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? സൂര്യകാന്തം കൊണ്ടെന്നെ മെനഞ്ഞവനെ, ഇന്ദ്രനീലം കൊണ്ടെന്നെ പൊതിഞ്ഞവനെ, വൈഡൂര്യം നെറ്റിയിൽ ചാർത്തുവോനെ, ഞാൻ അങ്ങേ വാഴ്ത്തുന്നു, വാഴ്ത്തി സ്തുതിക്കും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഇതൊക്കെ കാണാനുള്ള കൃപ യോഹന്നാന് കിട്ടി. ആ കൃപ കിട്ടണോ നിനക്ക്? നമ്മളിങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഈ പറയുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ കണ്ട് മടുത്തില്ലേ? റീൽസ് കണ്ട് മണിക്കൂറുകൾ ഈ കണ്ടത് തന്നെ കണ്ട് മതിയായില്ലേ? ഇനി നിന്റെ കാഴ്ചകൾ ഈശോയിലേക്ക് വാ. ഈശോയെ കാണാൻ തുടങ്ങ്. ഈശോയുടെ തിരുഹൃദയത്തെ ധ്യാനിക്കാൻ തുടങ്ങ്. നീ ഈശോയുടെ തിരുഹൃദയത്തെ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ഹൃദയ മുറിവുകൾ ഈശോ മാറ്റിത്തന്ന് നീ കാണും പുതിയ കാഴ്ചകൾ. Then the fourth thing is very important. നിനക്ക് ശാന്തമായ മരണം കിട്ടും. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മകന്റെയും മരണം ദുർമരണമായിരിക്കില്ല. അച്ഛൻ ഉറപ്പ് തരാം. അതാണ് വചനം പഠിപ്പിക്കുന്നത്. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നിന്ന യോഹന്നാന് കർത്താവ് കൊടുത്ത കൃപ എന്താണെന്നറിയോ? ബാക്കിയുള്ളവരൊക്കെ 11 പേരും ദുർമരണങ്ങളിൽ പെട്ടുപോയവരാ. ദുർമരണങ്ങള്, അപകട മരണങ്ങളൊക്കെ സംഭവിച്ചു. പക്ഷെ ഈശോയുടെ നെഞ്ചോട് ചേർന്ന് കിടന്ന യോഹന്നാന് ശാന്തമായ പീസ്ഫുൾ ഡെത്ത്. നമ്മൾ പറയില്ലേ, ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, നിനക്ക് നിന്റെ ജീവിതത്തിൽ ദീർഘായുസ്സിന് ശേഷമുള്ള മരണം. ഇപ്പൊ നമുക്ക് എന്താ? ദുർമരണങ്ങള്, അപകട മരണങ്ങള് കൊണ്ട് നിറഞ്ഞില്ലേ നാട്?
കേൾക്കുന്ന വാർത്തകളൊക്കെ നമ്മളിങ്ങനെ പൊള്ളിപ്പിക്കുന്നില്ലേ സ്നേഹമുള്ളവരെ? അതെന്തുകൊണ്ടാണ്? ഈശോയുടെ തിരുഹൃദയത്തോട് നിന്റെ ഹൃദയം ചേർത്ത് വയ്ക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈശോയുടെ അടുത്ത് നമ്മൾ തുടർന്ന് ആരാധനയിലേക്കൊക്കെ പ്രവേശിക്കുക. ഈ ആരാധനയിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ഈശോയുടെ ഈ 4 കാര്യം കിട്ടാൻ പ്രാർത്ഥിക്കണം. നിൻ്റെ ജീവിതത്തിൻ്റെ 4 കാര്യങ്ങൾ. എൻ്റെ കർത്താവേ, എനിക്ക് അപകട മരണം വേണ്ട, ദുർമരണം വേണ്ട, എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ കാലമെത്തുന്നതിന് മുമ്പുള്ള മരണം വേണ്ട, എനിക്ക് ശാന്തമായ മരണം. മറ്റുള്ളവർ പറയുമ്പോൾ, മറ്റുള്ളവർ കേൾക്കുമ്പോൾ ആ മരണം കൃപയുടെ മരണമായിരുന്നു. അതാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിന് കിട്ടിയത്. വിശുദ്ധ യൗസേപ്പ് പിതാവ് ശാന്തമായി മരണത്തിലെത്തി. ഈശോയെ കൈകളിലെത്തിയ വിശുദ്ധനാണ്. ഈശോയെ കരങ്ങളിലേന്തിയത് ഈശോയുടെ നെഞ്ചോട് ചേർന്ന് കിടന്നവനാണ്. ഹെറോദേസിന്റെ വാൾമുനയിൽ നിന്ന് ഈശോയെ കയ്യിലെടുക്കുമ്പോൾ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ഉള്ളിലിങ്ങനെ ഈശോയുടെ നെഞ്ചോട് ചേർത്താണ് ഈ പറയുന്ന നമ്മുടെ യൗസേപ്പ് പിതാവിന് ഉണ്ണീശോയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചത്. എൻ്റെ മോനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട്, ആ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച യൗസേപ്പ് പിതാവിന് അതാണ് നൽമരണ മധ്യസ്ഥൻ്റെ കൃപ കിട്ടിയത്. എൻ്റെ സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്നേ ദിവസം വലിയൊരു അഭിഷേകത്തിൻ്റെ ദിവസമാണ്. ഈശോയുടെ തിരുഹൃദയം. ചിലർക്ക് ചോദിക്കും, ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് എന്താ പറയുക വെച്ചാൽ പറഞ്ഞു തീരില്ല സ്നേഹമുള്ളവരെ. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നാറ്റമാണോ, നമ്മുടെ ജീവിതത്തിൽ ദുർഗന്ധമാണോ, നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയമുറിവുകളാണോ, നമ്മളിപ്പോഴും ഈശോയുടെ ഹൃദയത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് തെളിവ്. അപ്പോൾ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് ജീവിക്കാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കുഞ്ഞാടേ, ആത്മനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. കൊല്ലപ്പെട്ട കുഞ്ഞാടിൻ്റെ മുമ്പിൽ ആരാധനയിൽ പങ്കെടുക്കുന്ന നമുക്ക്, കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടിനെ ഈ സമയത്ത് പാടി ആരാധിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ദൈവശക്തി നിറഞ്ഞിരിക്കുന്ന ഈ ബലിപീഠത്തിൽ ഇരുവികാരണ ഈശോയിലേക്ക് നോക്കി, കൊല്ലപ്പെട്ടവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് ഏറ്റുപാടി പ്രാർത്ഥിക്കുമ്പോൾ ആ തിരുവിലാവിൽ നിന്ന് തിരുരക്തത്തിന്റെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചു പാടാം. ദൈവ കുഞ്ഞാടേ, ആത്മനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ചേർന്ന് പാടാം എല്ലാവരും ചേർന്ന്. കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. നിന്റെ പേര് ചൊല്ലി വിളിക്കുന്ന കർത്താവ് നിന്റെ ഓരോരുത്തരുടെയും നിന്റെ പേര് കർത്താവ് ചൊല്ലി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഴ്സി, ലോനപ്പൻ, റോസ
തുടങ്ങിയ ഓരോരുത്തരുടെയും പേര് ഈശോയ്ക്ക് അറിയാം. നിന്റെ പേര് ചൊല്ലി വിളിക്കുന്നു. അതാണ് അവിടുന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, നിന്റെ പേര് ചൊല്ലി വിളിക്കും, നീ വീണു പോകാതിരിക്കാൻ നിനക്ക് മുമ്പേ അവിടുന്ന് നയിച്ച് നിന്റെ മുമ്പിലൂടെ അവിടുന്ന് നിനക്ക് വഴികാട്ടിയായി നടക്കുന്ന കർത്താവ്. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങയുടെ വലിയ ശക്തി ഈ ആരാധനയുടെ സമയത്ത് വർഷിക്കട്ടെ. കുടുംബ തകർച്ചകൾ, കുടുംബത്തിന്റെ ബാധ്യതകൾ, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, കുടുംബത്തിന്റെ വേദനകൾ, കുടുംബത്തിൻ്റെതായ ലജ്ജാകരമായ അനുഭവങ്ങളെല്ലാം ഈ ആരാധനയിൽ വിട്ടുമാറട്ടെ. Heal, heal the home, the happy home ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ യേശുനാഥാ, ആമേൻ, ആമേൻ ദൈവപുത്രാ, ആമേൻ, ആമേൻ സർവശക്താ നിത്യപിതാവേ, ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യേയുണ്ട്. നിങ്ങൾ ഇനിമേൽ അനർത്ഥങ്ങൾ ഭയപ്പെടേണ്ടതില്ല. സെഫാനിയായുടെ പുസ്തകത്തിന്റെ 3-ാം അധ്യായം അതിന്റെ 16-ാം തിരുവചനം. ഇനി ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നമ്മൾ ഓരോരുത്തരോടും ഈശോ പറയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ, ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യേയുണ്ട്. ഇപ്പോൾ വചനം കേട്ട് ദിവികാരുണ്യത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന നമ്മളോട് അവിടുന്ന് പറയുന്നു, നിന്റെ കുടുംബത്തിന്റെ മധ്യേ ഈശോയുണ്ട്. അതൊന്ന് വിശ്വസിച്ചേ. ഈശോ നിന്റെ കുടുംബത്തിന്റെ മധ്യേ. ഒരുപക്ഷെ നീ ഈ പ്രോഗ്രാം കാണുന്നത് തനിച്ചായിരിക്കാം, പക്ഷെ നിനക്ക് നിന്റെ കുടുംബമുണ്ട്, നിന്റെ മാതാപിതാക്കൾ, നിന്റെ മക്കള്, സഹോദരങ്ങൾ, അതല്ലെങ്കിൽ നീ ഒരുമിച്ചാണ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നതെങ്കിൽ ഈ ആരാധനയുടെ ഈ സമയത്ത് നിന്റെ മധ്യേ നിന്റെ കർത്താവിനെ നിർത്തി. തിരുവചനത്തിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ട്. അവര് തനിച്ച് കതകടച്ചിരുന്ന ഒരു സമയം. പുറത്തേക്കിറങ്ങിയാൽ നാണക്കേട്, പുറത്തേക്കിറങ്ങാനുള്ള സമ്പത്തില്ലാത്ത അവസ്ഥ, ഒരുപാട് കാൽവരി കയറിയതിൻ്റെ വേദന, എല്ലാതരം അപമാനങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു കുടുംബത്തിൽ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഈ തിരുഹൃദയത്തിന്റെ മാസം, കരുണാർദ്രം തിരുഹൃദയം എന്ന ഈ പ്രോഗ്രാമിൽ നീ പങ്കെടുക്കുമ്പോൾ ഒരുപക്ഷെ കഥകടച്ചിരിക്കത്തക്ക രീതിയിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത നാണക്കേടിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവനാണോ നീ? പക്ഷെ ഇന്ന് നീ തിരിച്ചറിയണം, ആ കടന്നിരുന്നവര്, അവരിങ്ങനെ നെഞ്ചുപൊട്ടി കടഞ്ഞിരുന്നവര്, ഇനി എന്ത് ചെയ്യുന്ന അറിയാത്തവര്, ഗുരു നഷ്ടപ്പെട്ടതിന്റെ വേദന, ഇനി മുന്നോട്ടുള്ള ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ആകുലതകള്, സകലമാന പ്രശ്നങ്ങളുമായിട്ട് ഡിസ്ട്രാക്റ്റഡ് മൈൻഡ് സെറ്റപ്പോട് കൂടി ഇരുന്നവര്. പക്ഷെ ഈ ആരാധനയിൽ ഞാനും നിങ്ങളും ഒക്കെ അതേപോലെ ആയിരിക്കാം. ഏതെങ്കിലുമൊക്കെ ഡിസ്ട്രാക്റ്റഡ് മൈൻഡ് സെറ്റപ്പിൽ ഇരിക്കുന്നവര്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ലജ്ജാഭാരം, മറ്റുള്ളവര് കളിയാക്കുന്ന ബന്ധുക്കള്, നാട്ടുകാര്, വീട്ടുകാര്, പലരും കർത്താവേ എന്റെ കുടുംബം എന്തേ ഇങ്ങനെയായി പോയി എന്ന് കരഞ്ഞിരിക്കുന്നവരാണോ നിങ്ങള്? അന്ന് ഒരത്ഭുതം നടന്നു. അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ നീ പ്രാർത്ഥിക്കുകയാണ്, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ഗുഡ്നസ് ടിവിയിലുള്ള നമ്മൾ ഓരോരുത്തരും ഈശോയോടടുത്തിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കരഞ്ഞു പ്രാർത്ഥിച്ചോ? നീ ഇന്ന് കേട്ടു തിരുവചനത്തില് അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ നീ ഒന്ന് കേട്ടേ. നീ നിന്റെ ഹൃദയനോവുകൾ അവിടുത്തെ അറിയിച്ചു കഴിഞ്ഞു. ആദ്യം പാടിയത് ഹൃദയനോവുകൾ അറിയുന്ന കർത്താവ്. നിന്റെ ഹൃദയനോവ് എന്താ? ആ ഹൃദയനോവ് ഒന്നൊരിക്കൽ കൂടെ ഈശോയെ അറിയിച്ചേ. നീ ആരാധനയിൽ നിന്റെ കണ്ണീര് നീ കർത്താവിന്റെ സന്നിധിയിൽ കൊടുത്തോ? ആർക്കും തീർക്കാൻ പറ്റാത്ത, ആരും നിന്നെ കൺമണി പോലെ കരുതില്ല. ഈശോ നിന്നെ കരുതും എന്ന് വിശ്വസിച്ച് നിന്റെ എന്ത് സങ്കടമാണോ ഹൃദയമുറിവുകൾ ഈ സമയത്ത് സമർപ്പിക്കുക. ഈശോയെ നേരെ സ്നേഹിക്കുന്ന ഈ മക്കൾ, ഈ ചാനലിലൂടെ ഈ പ്രോഗ്രാം കാണുന്ന മക്കള്, നിരവധി പ്രശ്നങ്ങൾ അച്ഛൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ചില യൂട്യൂബ് ചാനലിലൊക്കെ വന്നിങ്ങനെ കമന്റ് ചെയ്തിട്ട് പറയാ, ഇന്ന പ്രശ്നം എന്ന് പറഞ്ഞ് കരയണ മക്കൾ ഒത്തിരി. ദിവികാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് അവർക്ക് വേണ്ടി 33 ദിവസം ബലിയർപ്പിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത്ഭുതം നടക്കുന്നത് അച്ഛൻ കണ്ടിട്ടുണ്ട്.
ഈ ആരാധനയിൽ നീ കരഞ്ഞു പ്രാർത്ഥിച്ചോ? നിന്റെ കുടുംബത്തിന്റെ വേദനകള്, ഹൃദയമുറിവുകള്, അതൊരു പക്ഷെ സാമ്പത്തിക മേഖലകളാണോ? പ്രാർത്ഥിച്ചോ. ഈശോയെ, ഈ സാമ്പത്തിക മേഖലയുടെ മേല് ഒരു വഴി തുറന്നു തരണേ എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ, തിരുഹൃദയനാഥനോട് നീ ചേർന്ന് ജീവിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ, നിന്റെ ഹൃദയമുറിവുകൾ അവിടുന്ന് മാറ്റിത്തരുന്നത് നീ കാണും. അത് നീ സാക്ഷ്യമായിട്ട് പറയണം. വിറ്റ്നസ് ടിവിയിൽ വിളിച്ച് പറയണം. നീ എൻ്റെ ഈശോയുടെ അടുത്ത് വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച ആരാധനയിൽ കൂടിയപ്പോൾ, കരുണാർദ്രം തിരുഹൃദയം എന്ന് പറയുന്ന ആത്മീയ ശുശ്രൂഷയിൽ ഈശോയുടെ മുമ്പിൽ ചങ്കുവെട്ടി കരഞ്ഞപ്പോൾ ഈശോ എന്നെ തൊട്ടു എന്ന് പറയത്തക്ക രീതിയിൽ കർത്താവേ, ഈ മക്കളുടെ മേൽ അങ്ങ് ഇടപെടണമേ. ആ ശിഷ്യന്മാര് പിന്നെ കതക് തുറന്ന് പുറത്തിറങ്ങിയത് കരഞ്ഞിട്ടല്ല, അനർത്ഥങ്ങളുടെ പാതി വഴിയിൽ തീർന്നുപോയ ജീവിതത്തിൽ നിന്ന് അവരെ ഒരു പുതിയ കാനാൻ ദേശത്തേക്ക് ഈശോ കൂട്ടിക്കൊണ്ടുപോയി. പുതുവീഞ്ഞു കുടിച്ചവരെ പോലെ അവര് നൃത്തം ചെയ്യാൻ തുടങ്ങി. കണ്ടു നിന്നവര് ചോദിച്ചു, what is happening here? ഇതെന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ഞങ്ങളുടേതായ ഭാഷയിൽ കേൾക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതുചൈതന്യം നിറയുന്നു, ഞങ്ങളാകെ ഇവരിൽ അട്രാക്റ്റഡ് ആകുന്നു. അപ്പൊ അവര് പറഞ്ഞു, നോ, അട്രാക്ട് ചെയ്യേണ്ടത് ഞങ്ങളല്ല, അട്രാക്ട് ചെയ്യുന്നത് ക്രൈസ്റ്റ്. കണ്ണിൻ മണി പോലെ എന്നെ കരുതുന്ന സ്നേഹം, ഉള്ളംകൈയിൽ എന്നെ താങ്ങുന്ന സ്നേഹം, അമാറിൽ എന്നെ ചേർക്കുന്ന സ്നേഹം, യേശുവിൻ സ്നേഹം അവർണ്ണനീയം. കണ്ണിൻ മണി പോൽ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ താങ്ങും, മാർവിൽ എന്നെ ചേർക്കും, യേശുവിൻ സ്നേഹം അവർണ്ണനീയം. ഈശോയുടെ ഒരു സ്നേഹം ഒന്ന് അനുഭവിച്ച്, ഈശോയുടെ സ്നേഹം അനുഭവിക്കുക. ഈ സമയത്ത് വേദനകളൊക്കെ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ശിഷ്യന്മാർ ഈശോയുടെ അടുത്ത് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എല്ലാ സങ്കടങ്ങളും പറഞ്ഞു, എല്ലാ സങ്കടങ്ങളും. ഈശോ, ഇതൊക്കെയാണ് ഞങ്ങളുടെ സങ്കടങ്ങൾ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സമയത്ത് ഈശോ ആരോടൊക്കെയോ വ്യക്തിപരമായിട്ട് സംസാരിക്കുന്നുണ്ട്. കടബാധ്യതയിൽ കഴിയുന്ന മക്കൾ ഈ സമയത്ത് കർത്താവിനോട് പ്രാർത്ഥിച്ചു. 3 വചനങ്ങൾ എഴുതി തോന്നുന്നു. ഈ ആരാധന കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ കടബാധ്യതയുടെ പ്രശ്നമുണ്ടെങ്കിൽ കർത്താവ് നൽകുന്ന തിരുവചനങ്ങൾ ഓർത്തോ. സുഭാഷിതം 10:22. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഈശോ തന്ന ഒരു തിരുവചന ഭാഗമാണ് സുഭാഷിതങ്ങൾ. കടബാധ്യതയായിട്ട് ക്ലേശിക്കുന്നവര് ഈ ആരാധനയിൽ ഇപ്പൊ പങ്കെടുക്കുന്നുണ്ട്. ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് അവരോട് ഈശോ പറയുന്നുണ്ട് ഈ വചനം 10:22. സുഭാഷിതം 10:22. കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുകയില്ല. എൻ്റെ ദൈവമക്കളെ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഈ തിരുനാൾ ദിവസം, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഈ മാസം ഈശോ നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, കണ്ണിൻ മണി പോലെ ഞാൻ കരുതാം. ഈ വചനം നീ നെഞ്ചോട് ചേർത്ത് വെക്കണം. സുഭാഷിതം 10:22. കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകും. സാമ്പത്തിക മേഖലയിൽ 10 ലക്ഷം, 20 ലക്ഷം, 50 ലക്ഷം, 100 ലക്ഷം, എത്ര കടം വേണമെങ്കിലും വരട്ടെ, പക്ഷെ ഇന്ന് നീ തിരിച്ചറിയും, അനർത്ഥങ്ങളുടെ കടബാധ്യതയിൽ നിന്ന് കർത്താവ് നിന്നെ അതിന് കവിയുന്ന സ്നേഹത്തിൻ്റെ ഊഷ്മളതയിലേക്ക് കൊണ്ടുപോവാണ്. വചനം ഏറ്റെടുത്തു. സുഭാഷിതം 10:22 തിരുവചനം. കർത്താവേ, ഈ വചനം എഴുതി പ്രാർത്ഥിക്കുന്നു. 1000 തവണ ഈ വചനം എഴുതി പ്രാർത്ഥിക്കുമ്പോൾ
അച്ഛൻ്റെ യൂട്യൂബ് ചാനലിൽ അച്ഛൻ ഈ ഒരു വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ കടബാധ്യത ഇത്രയും ലക്ഷം മാറി എന്നൊക്കെ പറഞ്ഞ മക്കളുണ്ട്. ഇത് പ്രാർത്ഥിച്ചോ. ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ദൈവമക്കളെ, താവ് നിന്നെ തൊടുന്ന വചനമാണ്. അച്ഛനിങ്ങനെ പറഞ്ഞു തന്ന, അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ കടബാധ്യതയായിട്ട് വന്ന് കരഞ്ഞവരെ, ഹൃദയ നോവുകള് അങ്ങനെയായിട്ട് കരഞ്ഞു വന്നവരെ കർത്താവ് ഈ വചനം തന്നാണ് ആശ്വസിപ്പിച്ചത്. കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുകയില്ല. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് എല്ലാ മക്കളും ഈ സമയത്തൊന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങാണ്. അച്ഛൻ ഈ സമയത്ത് ആ മേഖലകളിൽ, കടബാധ്യതയുടെ മേഖലകളിൽ തകർന്നിരിക്കുന്നവർക്ക് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ശക്തി, ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരുന്നേ, ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുക. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വലിയ ശക്തി ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, ജീവിത പങ്കാളിയുടെ കൈ പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. ജീവിത പങ്കാളി ഒരു പക്ഷേ നിനക്ക് കടം വന്നതിന്റെ പേരിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ ജീവിത പങ്കാളി നിന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ടാവാം. നിന്റെ ജീവിതത്തിൽ നിന്റെ മക്കള്, ഒന്നിനും കൊള്ളാത്ത അപ്പ, ഒന്നിനും കൊള്ളാത്ത അമ്മ, കടബാധ്യത മാത്രമുള്ള ഈ കുടുംബത്തിൽ ഞാൻ എന്തിനു പെട്ടു എന്ന് പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് നിന്റെ ജീവിതം മക്കള് പോലെ നിനക്കെതിരെ തിരിഞ്ഞ അനുഭവങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവേ ആ മേഖലകളിൽ ഒരു ദൈവിക സമൃദ്ധി നൽകി ദൈവത്തിന്റെ സമാധാനം അനർത്ഥങ്ങൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Jesus, Jesus Christ, loving Jesus, hallelujah, hallelujah, hallelujah. സാമ്പത്തിക മേഖലകളിൽ ക്രമീകരണം നൽകുന്നതിന് നന്ദി പറയുന്നു. ആമേൻ. രണ്ടാം തിരുവചനം, സങ്കീർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ വചനം. 18-ാം അധ്യായം അതിന്റെ 5ഉം 6ഉം തിരുവചനങ്ങൾ. പാതാളപാശം എന്നെ വരിഞ്ഞു മുറുക്കി, മരണത്തിന്റെ കുരുക്ക് എൻ്റെ മേൽ ഇടവീഴുന്നു. ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള കുരുക്ക്, അതൊരു പക്ഷെ രോഗത്തിന്റെ കുരുക്കായിരിക്കാം, കുടുംബ ബന്ധത്തിൽ വന്ന കുടുക്കായിരിക്കാം, ഇനി കഷ്ടതയിൽ, കുടുംബത്തിൽ കഷ്ടത മാത്രമുള്ളവർ ഈ ആരാധനയിൽ ഇപ്പൊ പ്രാർത്ഥിച്ച ഈ വചനത്തിന്റെ ശക്തി. സങ്കീർത്തനം 18:6 അതിങ്ങനെയാണ് പറയുന്നത്, കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു, അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. കർത്താവേ, ഈ ആരാധനയിൽ ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കെട്ടുപാടുകൾ, പരിശുദ്ധ അമ്മയെ കുരുക്കഴിക്കുന്ന മാതാവേ, ഇവരുടെ കയ്യിലുള്ള എല്ലാ കുരുക്കുകളും അമ്മ ഒന്ന് ഏറ്റെടുക്ക്. ഈ ആരാധനയുടെ സമയത്ത് 3 മേഖലയിൽ ഹൃദയമുറിവുകളുമായിട്ടിരിക്കുന്നവരാണ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കൾ. ഹൃദയം മുറിഞ്ഞ് തകർന്ന് തരിപ്പണമായി മുന്നോട്ട് പോകാൻ പറ്റാതെ കഥകടച്ചിരിക്കുന്നവർ, അമ്മ ആ കരങ്ങളിൽ നിന്നെല്ലാം ആ കുരുക്കുകൾ അമ്മ വാങ്ങിച്ച് കുരുക്കുകൾ അഴിക്കുന്ന പരിശുദ്ധ അമ്മയെ അവരുടെ കയ്യിൽ നിന്ന് കുരുക്കുകൾ വാങ്ങി അമ്മയുടെ മകൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അതാണ് തിരുവചനം എഴുതിയിരിക്കുന്നത്, അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും, മരണപാശം എന്നെ പറ്റി വിനാശത്തിന്റെ പ്രവാഹങ്ങൾ ആക്രമിച്ചു, പാതാളപാശം എന്നെ വരിഞ്ഞു മുറുക്കി, മരണത്തിന്റെ കുരുക്ക് എൻ്റെ മേൽ ഇതാ വീഴുന്നു. കർത്താവേ, കുരുക്കുകളുമായി ഇപ്പോൾ ഈ ആരാധനയിൽ കുരുക്കാണ്, കുരുക്ക് കുരുക്കുകളെല്ലാം പരിശുദ്ധ അമ്മ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കണം. കുരുക്കുകൾ വിട്ടുമാറാൻ പ്രാർത്ഥിച്ചു. അത് രോഗത്തിന്റെ ചില സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ ഒന്ന് പ്രാർത്ഥിച്ചു, ഒരു വിടുതലായി കർത്താവ് മാറ്റാൻ പോവാ, വിടുതലിൻ്റെ ഒരു ശുശ്രൂഷയാക്കി കർത്താവ് ഈ സമയത്ത് എടുത്ത് ഉയർത്താൻ പോവാ. ദൈവമക്കൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കരങ്ങൾ ഒരിക്കൽ കൂടെ ഉയർത്തിപ്പിടിക്കുക. ഈ സമയത്ത് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കൾ ഇരു കരങ്ങളും ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈശോയെ തിരുരക്തം കൊണ്ട് കുരുക്കുകൾ അഴിക്കുക. ദ ബ്ലഡ് ഓഫ് ജീസസ്. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് തിരുരക്തം ഒഴുകി അതിന്ന് എൻ്റെ കുടുംബത്തിൽ കഥകടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മേലാ തിരുരക്തം ഒഴുകട്ടെ. അതാണ് പുറപ്പാടിൻ്റെ പുസ്തകം 12 കിടക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്. സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ കട്ടിലെ പടിമേൽ കർത്താവിൻ്റെ മുദ്രയുള്ള ഈശോയുടെ തിരുരക്തത്തിൻ്റെ, ദൈവത്തിൻ്റെ മുദ്രയുള്ള ഭവനങ്ങളെ അവിടുന്ന് രക്ഷിക്കും. അപ്പോൾ ഈ ആരാധനയിൽ ഈ ജൂൺ മാസത്തിൽ വീട് വെഞ്ചിരിപ്പുകളൊക്കെ നമ്മുടെ വൈദികരൊക്കെ വന്ന് വീട് വെഞ്ചിരിച്ചവരുണ്ടാവാം, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ തന്നെ വെഞ്ചിരിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ പ്രാർത്ഥിച്ചോ. ഇപ്പോൾ ഈ ആരാധനയിൽ ഈശോയുടെ തിരുരക്തം കൊണ്ട് കർത്താവ് നമ്മുടെ കുരുക്കുകൾ അഴിക്കാൻ പോവാണ്.
ഈശോയെ എന്ന് പറഞ്ഞ് നമ്മൾ ഇനി സ്തുതിക്കാൻ പോവാണ്. ഈ ആരാധനയുടെ സമാപനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കുടുക്കുകൾ അഴിക്കുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, എൻ്റെ കുടുംബത്തിൻ്റെ കടകടച്ചിരിക്കുന്ന അവസ്ഥ എനിക്ക് വേണ്ട കർത്താവെ, എനിക്ക് പുറത്തേക്ക് ഇറങ്ങണം, എനിക്ക് പുറത്തേക്ക് ഇറങ്ങണം. കർത്താവ് ചെയ്ത വലിയ പ്രവൃത്തികൾ പറയത്തക്ക രീതിയിൽ ഒരു പ്രവൃത്തി, ഒരു ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കുരുക്കുകൾ അഴിയുന്ന ഒരു അനുഭവം നൽകി എന്നെ അനുഗ്രഹിക്കണമേ, വിടുവിക്കണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ആത്മാവിന്റെ അഭിഷേകത്താൽ എന്നെ ശക്തിപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. സ്തുതിക്കുന്നു, 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 യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുരുക്കുകൾ അഴിയട്ടെ, കുരുക്കുകൾ അഴിയട്ടെ. രോഗപീഠകളുടെ കുരുക്കുകൾ വിട്ടുമാറട്ടെ. രോഗപീഠകളാൽ ക്ലേശിക്കുന്ന ദൈവമക്കൾക്ക് ഇപ്പോൾ സൗഖ്യത്തിന്റെ കരം നീട്ടി അങ്ങ് അനുഗ്രഹിക്കണമേ. നാണക്കേടിന്റെ കുരുക്കുകള്, കുടുംബജീവിതത്തിൽ വന്നിരിക്കുന്ന കുരുക്കുകള്, എല്ലാ കുരുക്കുകളും 18:6 അഭിഷേകത്താൽ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുരക്തം, തിരുരക്തം, യേശുവിൻ തിരുരക്തം, തിരുരക്തം, തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. തിരുരക്തം, തിരുരക്തം, യേശുവിൻ തിരുരക്തം, തിരുരക്തം, തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ. യേശുവിൻ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ. തിരുരക്തം, തിരുരക്തം, യേശുവിൻ തിരുരക്തം, തിരുരക്തം, തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. നന്ദി പറയാം. ഈശോയുടെ തിരുരക്തം കൊണ്ട് നമ്മളെ കഴുകിയതിന്, തിരുജലം കൊണ്ട് നമ്മളെ സ്നാനപ്പെടുത്തിയതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മളെയും നമ്മളുടെ കുടുംബത്തെയും നമ്മളായിരിക്കുന്ന മേഖലകളെല്ലാം ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച്, ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിന് ഒരു കൃപ നൽകണമേ. ഇന്ന് മുതൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങാം. ഒരു കർത്താവിൻ്റെ വചനം പറയണം. സങ്കീർത്തനത്തിലാണ് നമ്മൾ അങ്ങനെ കേൾക്കുന്നത്. കർത്തൻ്റെ പുസ്തകത്തിൻ്റെ ഒരു അഭിഷേക വചനമുണ്ട്. വചനം ഇങ്ങനെയാണ്. സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, സങ്കടത്തോടെ കടന്നു വന്നു, പക്ഷെ തിരിച്ച് അവൻ ആനന്ദത്തോടെ കടന്നുപോയി. 27-ാം അധ്യായത്തിൽ എടുക്കണു. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും, എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും. ആഹ്ലാദത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ആസ്വദിക്കും. ദൈവമക്കളുടെ ഒരു സ്വാതന്ത്ര്യം. കുറേ മക്കളൊന്ന് കരഞ്ഞ ആരാധനയിൽ കൂടിയിട്ടുണ്ട്. ആ കരഞ്ഞവരോടൊക്കെ ഈശോ പറയുന്നു, എൻ്റെ കണ്ണീര് കുപ്പിയിൽ ശേഖരിച്ച് വെളിപാട് 21:4 അഭിഷേകത്താൽ നിന്നെ അവിടെ നിന്ന് അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കും. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ,
യേശുവേ ജീവനേ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.